എന്റെ ജനമേ, നിങ്ങൾ അനുതാപത്തിന്റെ ചാക്കൊടുക്കുകയും അന്യ ദൈവാരാധന എത്ര വലിയ മാരക പാപമാണെന്ന് തിരിച്ചറിയുക. ശബ്ദമുയർന്നത് കണ്ടില്ലേ? നീ ആരാണ്? ഞാൻ ഏലിയ, സത്യദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ഏലിയ പ്രവാചകൻ. ഉച്ചവയിൽ തലകടിച്ച് ഇവന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. ഇവന്റെ വാക്ക് ശ്രമിച്ചാൽ നമ്മുടെ ശിരസ് പൊട്ടിത്തെറിക്കട്ടെ. സമരിയായി അഹാബ് രാജാവിന്റെ ഭരണവർഷം അത്സമൂലിന്റെ 450 പ്രവാചകന്മാർ സമരിയായി അന്ധവിശ്വാസത്തിലേക്കും മന്ത്രവാദത്തിലേക്കും തള്ളിവിടുന്നു. വ്യാജ പ്രവാചകരിൽ നിന്ന് സമരിയായി രക്ഷിക്കാൻ ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുമുള്ള ഏലിയായി ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു. ഏലിയ സമരിയായിൽ കത്തുന്ന അഗ്നിയായി മാറും. ഏലിയ പ്രവാചകൻ. സമരിയായുടെ അധികാരി സർവശക്തൻ ആഹാബ് രാജാവ് ദീർഘായുസ്സും സർവമഹത്വവും നേരുന്നു. ബാൽദേവന്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞൊരു വർഷക്കാലം നമുക്ക് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കാലമായിരുന്നു. പ്രഭു, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വർഷാരംഭത്തിൽ തന്നെ ബാൽദേവനുള്ള നവദിന പൂജകൾ ആരംഭിക്കണമെന്ന് നേർച്ചകളും കാഴ്ചകളും സ്വീകരിച്ചാൽ പിന്നെ ബാൽദേവൻ നമ്മുടെ ദേശത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഒബാദിയ, ഇന്നു തന്നെ ബാലിന്റെ പ്രവാചക ഗണത്തെ ആളയച്ച് വിളിപ്പിക്കണം. രക്തക്കൊതിനായി അങ്ങയുടെ പ്രധാന പ്രവാചകനായ അൽദിമിയോസ് അർപ്പിച്ച കുരുതികൾക്കും നേർച്ചകൾക്കും പകരമായി കഴിഞ്ഞ ഒരു വർഷക്കാലം സമരിയായി അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. 4 ദിക്കുകളും നോക്കി ബാലിന്റെ നാമത്തിൽ നാം ആണയിട്ട് പറയുന്നു, വരും വർഷവും സമരിയായിക്ക് സമൃദ്ധിയുടെ കാലമായിരിക്കും. വ്യാജപ്രവാചകന്മാരെ, ഏലിയ, നിങ്ങളുടെ മന്ത്രങ്ങൾ കേൾക്കാൻ ബാലിന് കാതുകളില്ല. നിങ്ങളുടെ ധൂമങ്ങൾ ശ്വസിക്കാൻ ബാലിന് നാസികയില്ല. ബാൽ കേവലം ഒരു കരിങ്കൽ പ്രതിമയാണ്. പ്രഭു, ഇവൻ നാടിനാമത്താണ്. ഉടനടി പ്രതിവിധി വേണം. ബാലിനെതിരെയും രാജാവിനെതിരെയും ദ്രോഹം ചെയ്ത ഏലിയായെ പിടിച്ചുകെട്ടി വിചാരണ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ നാം കൽപ്പിക്കുന്നു. ഇന്നു മുതൽ നവദിനരാത്രങ്ങൾ ബാലിന്റെ 450 പ്രവാചകന്മാരും സമരിയായി കടുത്ത പൂജാകർമ്മങ്ങളിലായിരിക്കും. ബാലിനാണ് ഏലിയായുടെ ദൈവത്തിനാണ് ശക്തിയെന്ന് നമുക്ക് കാണാം. ദൈവത്തിന്റെ പ്രവാചകൻ ഏലിയായുടെ പ്രവചനം കത്തിജ്വലിക്കുന്ന വേനലായി സമരിയായി ആഞ്ഞുവീശി. ഭക്ഷണവും ദാഹജലവും ലഭിക്കാതെ ജന്തുജീവജാലങ്ങൾ ചത്തൊടുങ്ങി. സമരിയായിലെ ജനം രാജാവായ ആഹാബിനെതിരെയും ബാലിന്റെ പ്രവാചകന്മാർക്കെതിരെയും പഴിചാരി. ഈ കാഴ്ചകൾ എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. സമരിയ, നീ ഒരു ശവപ്പറമ്പാൻ മാറിക്കഴിഞ്ഞു. എവിടെ ബാലിന്റെ പ്രവാചകഗണങ്ങൾ? എവിടെ ബാലിന്റെ പ്രവാചകഗണങ്ങൾ?
ദിക്ക് നോക്കി പ്രവചിച്ചപ്പോൾ ഈ ദുരിതങ്ങൾ കണ്ടില്ലേ? അങ്ങയുടെ ശാപമാണ് സമരിയായ്ക്ക് ഈ ഗതി വരുത്തിയത്. സമരിയായെ രക്ഷിക്കാൻ ഈ ഞാൻ എന്തു ചെയ്യണം? നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയും കാൽ വയ്ക്കും? കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഈ ഞാൻ മാത്രമേ ഇനി ശേഷിക്കുള്ളൂ. ബാലിനാകട്ടെ 450 പ്രവാചകന്മാർ. ആഹാ, അങ്ങ് ഞങ്ങൾക്ക് 2 കാളകളെ തരുന്നു. ഒന്നിനെ ബാലിന്റെ പ്രവാചകർ കഷ്ണങ്ങളാക്കി വിറകിൽ വെക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാൻ മുറുക്കി വിറകിൽ വയ്ക്കാം. ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കും. അഗ്നി അയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. സമരിയായുടെ രക്ഷയ്ക്ക് ഇത്തരമൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ്. ഇടിമുഴക്കത്തിന്റെ ദേവനായ ബെൽസബൂൽ, അങ്ങയുടെ പ്രവാചകങ്ങളും അങ്ങേക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. ഞങ്ങളുടെ മന്ത്രങ്ങളിലും ധൂമങ്ങളിലും പ്രസാദിച്ച് ആകാശത്തു നിന്നും അഗ്നിയച്ച് ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്ന ബെൽസബൂൽ, പഞ്ചഭൂതങ്ങളുടെ ഉടയോനെ, ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും ഞങ്ങളുടെ ശരീരങ്ങളെ മുറിവേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഇറങ്ങി വന്നു ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും പ്രഭാതം മുതൽ സായാഹ്നം വരെ പ്രാർത്ഥിച്ചിട്ട് ബാൽ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല. ഉറക്കെ നിലവിളിക്കുക. ഒരുപക്ഷെ ബാൽ സായാഹ്ന സവാരിക്ക് പോയിരിക്കും. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേ, ഒരു ദേശത്തെ അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷിക്കാൻ ഈ ബലിവസ്തുവിനെ സ്വീകരിച്ചാലും. ഇസ്രായേലിന്റെ ദൈവം ഏലിയായുടെ ദൈവമായ കർത്താവാണ്. സത്യദൈവം ബലിവസ്തുവിനെ സ്വീകരിച്ചു.
അടിച്ചുടയ്ക്കണം. അവന്റെ പ്രവാചകനെ പിടിച്ച് നാട് കടത്താൻ പിടിക്കും. അവന്റെ പ്രവാചകനെ പിടിക്കും. സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ നിന്നെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ സ്വർഗീയ മഴ സമരിയായ അന്ധവിശ്വാസത്തിന്റെ കറകൾ കഴുകി വെളുപ്പിക്കട്ടെ. ലോകത്തിലെ തിന്മകൾക്കെതിരെ കത്തുന്ന പ്രവാചകരാണ്